CMR ലെക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് വീണ ടിക്കെതിരായ കേസിൽ ഇടപെടില്ല എന്ന് CPM. എന്നാൽ മുഹമ്മദ് റിയാസിനെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചാൽ പാർട്ടി പ്രതിരോധിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. പിണറായി വിജയനെ ഉന്നമിട്ട് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് ഇഡിയുടെ നീക്കം. ഹവാല ആരോപണം ഇഡി കെട്ടിച്ചമച്ചത് എന്നും റെയ്ഡിൽ ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നും MV ഗോവിന്ദൻ കോഴിക്കോട്ട് രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ പറഞ്ഞു. കള്ളപ്രചരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾ തന്നെ പടച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു പുത്തൻ തെളിവ് എന്ന് പറയുന്ന ഹവാല നിങ്ങൾ ഉണ്ടാക്കിയതാണ് ഇഡി. അതുകൊണ്ട് കേസ് വരട്ടെ, ഞങ്ങൾക്ക് അതിലൊന്നും ഒരു ഭയവുമില്ല. അതിന്റെ കമ്പനി എന്ന രീതിയിൽ അത് അവർ കൈകാര്യം ചെയ്യും. ഞങ്ങൾ CPIM അതിന് ഇടപെടുന്ന പ്രശ്നമില്ല, അത് നടക്കട്ടെ. TV പ്രസാദ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. TV പ്രസാദ്, കമ്പനി കേസ് കമ്പനി നടത്തും, നേതാക്കളെ തൊട്ടാൽ പ്രതിരോധിക്കും, ഇഡി അതിനു മെനക്കെടേണ്ട, ഇത് പറയാനാണ് രാഷ്ട്രീയ വിശദീകരണ യോഗം CPM സംഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുകയാണ് പാർട്ടി സെക്രട്ടറി. ഉറപ്പായും അത് ആ രീതിയിലേക്ക് തന്നെയാണ്. പക്ഷെ CPIMന്റെ നിലപാട് ഇതായിരുന്നില്ല കുറച്ചു നാളുകൾക്ക് മുമ്പ് എന്നതാണ്. അതായത് വീണ തൈക്കണ്ടിക്കെതിരായ ഇഡിയുടെ ഓരോ നീക്കങ്ങളെയും അതെല്ലാം പാർട്ടിക്കെതിരായ നീക്കമായി കണ്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പലതവണയായി വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. വീണയെ പ്രതിരോധിച്ചുകൊണ്ട് ഇപ്പോൾ സംസാരിച്ച CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ പിണറായി വിജയനെ പോലെ രംഗത്ത് വന്നിരുന്നു. പക്ഷേ കേസ് ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഘട്ടത്തിലാണ് വീണയുടെ കേസ് വീണ കൈകാര്യം ചെയ്യും, വീണയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട നിയമപരമായ കാര്യങ്ങൾ അത് അവർ കൈകാര്യം ചെയ്യും എന്ന നിലപാടിലേക്ക് CPIM എത്തുന്നത് എന്നുള്ളതാണ്. ഇതൊരു ചെറിയ നിലപാട് മാറ്റമല്ല, ഇതിന്റെ പിറകിൽ വലിയ രാഷ്ട്രീയമുണ്ട് പുതിയ സാഹചര്യത്തിൽ എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അത് പറയുമ്പോൾ തന്നെ CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും വീണയുടെ ഭർത്താവുമായ റിയാസിനെതിരായ നീക്കം അതിനെ പ്രതിരോധിക്കും. CPIMന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനെതിരായ ഇഡിയുടെ നീക്കം അതിനെയും പാർട്ടി പ്രതിരോധിക്കും. പക്ഷെ പരസ്യമായി പാർട്ടി പൊതുയോഗം വിളിച്ചു പറയുന്നു, വീണ തൈക്കണ്ടിക്കെതിരായ കേസുകൾ അത് നിയമപരമായി അവർ കൈകാര്യം ചെയ്യും, അതിനെ പ്രതിരോധിക്കേണ്ട ബാധ്യത പാർട്ടിക്കില്ല എന്ന് ഉറപ്പായും കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് മാറ്റമുള്ള ഒരു നിലപാട് തന്നെയാണ് CPIM ഇതിൽ സ്വീകരിക്കുന്നത് എന്നത് തന്നെയാണ് മാധു. TV പ്രസാദാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. കമ്പനി കേസ് നടത്തും, അതിൽ ഇടപെടാനില്ല എന്ന് പാർട്ടി സെക്രട്ടറി മുതലക്കുളത്ത് വ്യക്തമാക്കുന്നു. ഇഡി നീക്കം തിരക്കഥയെന്ന് സോളാസ് പരസ്യ കമ്പനി ഉടമ P. നിഖിൽ. കേസ് രാഷ്ട്രീയമായും നിയമപരമായി നേരിടുമെന്നും നിഖിൽ പ്രതികരിച്ചു. മുതലക്കുളത്ത് രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ P. നിഖിലും പങ്കെടുത്തിരുന്നു.